ചേട്ടാ ഞാൻ ഇത്ര നേരമൊന്നും പറഞ്ഞില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞ പ്രശ്നവുമില്ല എന്ന് പറഞ്ഞില്ല. ആരൊക്കെ വാക്കോടെ ഒരു പരിധി പക്ഷേ ഞാൻ പോകുന്നത് അവരോട് ചെന്നത് ഞാൻ ഫോണിൽ ചോദിച്ചില്ല. ഫോണിലോട്ട് മാത്രം നമ്മുടെ രാജ്യത്തിൻ്റെ ഇനിയും സ്വപ്നമാകാത്ത രണ്ട് നവോത്ഥാനങ്ങള് ഈഴാട് വിഭാഗത്തിന്റെ മോചനവും സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി ഉണ്ടാകാൻ ഏത് അവസരത്തിലും അതിനോടൊപ്പം നിൽക്കാൻ ഒരു നവോത്ഥാന പാരമ്പര്യത്തിലൂടെ പിന്മുറ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ആ പക്ഷത്തിലേ നീക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് തുടരും. അത് പറയുമ്പോ ചരിത്രത്തിന്റെ പൂർവ്വകാലത്തിലേക്ക് പോയാൽ മനുഷ്യന്റെ മുമ്പാകെ കണ്ണാടി വെച്ച് മഹേശ്വരന് പകരം മനുഷ്യനെ പ്രവർത്തിച്ചു നിലപാടുകളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വിമോചനാത്മകമായിട്ടുള്ള ആത്മീയധാരയുടെ വാക്കാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും വലിയ വിപ്ലവകാരിയെ നമ്മൾ കാണേണ്ടുന്നത് ശ്രീനാരായണഗുരുവിനാണ്. ആ ശ്രീനാരായണ ഗുരുവാണ് 1870 അവരുടെ അവസര സമത്വത്തെ ഇത്രത്തോളം പരിഗണിക്കുന്ന ഒരു കോടതിയുടെ മുമ്പിലേക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. 2018 വിധിപ്രസ്താവന ഉണ്ടാകുമ്പോൾ APS നിന്നത് കോടതിയുടെ പക്ഷത്താണ്. ആ കോടതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയും. നമ്മളെപ്പോലെ ഈ സമൂഹത്തിൽ ദുരന്തങ്ങൾ അനുഭവിച്ച ജനവിഭാഗം നേരിടാറില്ല. നമ്മൾ അനുഭവിച്ച ദുരന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടലിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു. കൈകാലുകളിൽ കങ്ങലകളിട്ട് അടിമക്കമ്പോളങ്ങളിലെ വിൽപ്പന ചരക്കുകളെ പോലെ മാത്രം കണ്ടിരുന്ന ഒരു ജനവിഭാഗം. ഉടലിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത്. പിന്നീടാണ് മാറുമറയ്ക്കാൻ, വഴി നടക്കാൻ, അക്ഷരം പഠിക്കാൻ, ആഭരണം ധരിക്കാൻ. പിന്നീടാണ് നമ്മൾ അത്തരം പോരാട്ടം. ഇതെല്ലാം സമൂഹത്തിലെ ഉഗ്രശാസ്ത്രങ്ങളെ മറികടന്നിട്ടാണ് നാം ഇവിടെയെല്ലാം വന്നത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടാണ്. അയിത്തം നിയമമൂലം നിരോധിക്കപ്പെട്ടു നമ്മുടെ നാട്ടിൽ. അതിന്റെ സംവാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് നിന്നവരായതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മറ്റൊന്ന് സ്ത്രീകളുടെ ആർത്തമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങളാണ്. സുപ്രീം കോടതി അതനുവദിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞത് സ്ത്രീകളുടെ ശേഷി അത് ബാധിക്കും, അവരുടെ തൊഴിലവസരങ്ങൾ അത് ഹനിക്കും. പുരുഷനോടൊപ്പം അവർക്ക് തൊഴിലുണ്ടെങ്കിൽ അവരുടെ സർവശേഷിയെ പ്രയോഗിക്കാനുള്ള കാര്യങ്ങളിൽ ഒരു അവധി, നിയമം മൂലം ഒരു അവധി കൊടുക്കേണ്ടി വന്നാൽ അത് അവരുടെ ശേഷിയെ ബാധിക്കും എന്നാണ് കോടതി വിലയിരുത്തുന്നത്. ഒരു പ്രസ്ഥാനത്തെ ഈ സമ്മേളന സമ്മേളനത്തിലേക്ക് രാജ്യങ്ങളെ സമ്മർദ്ദപ്പെടുത്തുന്നതിന് പ്രതികരിക്കാൻ കഴിയുന്നതിന് വേണ്ടിയാണ് കേരളത്തിന്റെ പദമണ്ഡലത്തിൽ മലയാളികളെ ആചരിക്കുന്ന സാമൂഹിക വ്യവഹാരങ്ങൾ